ഞാൻ കായ്ക്കര തമ്പി. അമ്പിയോ? അമ്പി എന്റെ അനിയൻ, ഞാൻ തമ്പി. ഓ, നമ്മളിങ്ങനെ ചെറിയ മോഷണമായിട്ടൊക്കെ പോണ്. ഇതാരിത്? മന്ത്രിയാ? എന്താ സാറേ, ക്ലാസ് എടുക്കാൻ വേണ്ടിയാ? ഞാൻ വരാനാ? ഇല്ല, ഞാൻ വരില്ല. 2 പ്രാവശ്യം ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്തതാ. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി സാർ എന്നെക്കാരും വലിയ കള്ളനാന്ന്. എന്തെങ്കിലുമൊക്കെ അടവുണ്ട് നമുക്ക് കൂടെ പറഞ്ഞു തായോ. അമ്പി അനിയാ, നീ എപ്പോ വന്നടാ? ഞാൻ വെളുപ്പിന് വന്നാ. എടാ, ഇന്നലെ നിനക്ക് എവിടെയായിരുന്നു മോഷണം? സ്വർണ്ണക്കടയില അതാ ബാങ്കില? അവിടെ ഒന്നും അല്ല, ഞാനൊരു കിടില മുതലായിട്ടാണ് വന്നിരിക്കുന്നത്. ഓ, കാഴ്ച ബംഗ്ലാവിൽ കയറി മുതലേ കട്ടോണ്ട് വന്നേ. എടാ, എനിക്ക് അതിന് പോച്ച പറിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതല്ലെന്ന്, ഞാൻ അണ്ണനെ ചെറുതായിട്ടൊന്ന് ഓവർടേക്ക് ചെയ്തു. അനിയാ, ഓവർടേക്ക് ചെയ്തോ, പക്ഷെ ഹോൺ അടിച്ച് കയറണം, ഇല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റും. അതൊന്നുമില്ല, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ ചിലപ്പോ അണ്ണനെ ദഹിക്കൂല. പൊറോട്ടയോ സാമ്പിച്ചോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്, അത് തിന്നാ എനിക്ക് ദഹിക്കത്തില്ല, വയറ് വീക്കുമെന്നു. ഭ്രാന്തനെ കൊണ്ട് അതൊന്നും അല്ലെന്ന്. ഞാനൊരു പെൺകുട്ടിയെ കയറി പിടിച്ചാ? അയ്യോ, എന്റെ അനിയ ഒരു പെങ്കൊച്ചിനെ കയറി പിടിച്ചേ, കുടുംബത്തിന് ചീത്തപ്പരി കേൾപ്പിച്ചേ. എടാ, ഇങ്ങോട്ട് നോക്കിയേ, മോഷണം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള കലയാണ്. ഇന്നേ വരെ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ടുണ്ടോടാ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പട്ടായെ പോകുന്ന അല്ലാതെ. ഞാനൊരു പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. എന്തിനാണെന്നറിയാമോ? കല്യാണം കഴിക്കാൻ. അത് നിസ്സാരപ്പെട്ട പെണ്ണല്ല, കോടീശ്വരി. അവളെ കെട്ടുന്നതോടുകൂടി ഞാൻ ഈ മോഷണം ഉളായ്പ പരിപാടിക്ക് അങ്ങ് നിർത്തും. മാന്യമായിട്ട് അന്തസ്സായിട്ട് അവളെ കോടി ചെലവാക്കിയൊക്കെ ജീവിക്കും. നല്ല കാര്യം, നല്ല കാര്യം. അതോടുകൂടി നിർത്തണം. ഞാനും ഒരു മുതലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അണ്ണ ഏത് കുളത്തിൽ നിന്ന് മുതലേ പിടിച്ചത്? ഈ മുതല കോമഡി ഞാൻ നേരത്തെ അടിച്ചതാ. ഞാൻ പറഞ്ഞപ്പോഴേ ചീഞ്ഞി. നീയും കൂടെ മുതല കോമഡി പറഞ്ഞ് ചെയ്യാതെ. അത് മാത്രമല്ല, ഒരു വീട്ടിൽ നിന്ന് 2 പേരും ഒരു കോമഡി പറയണ്ട, മനസ്സിലായില്ല? എടാ, അതല്ലെന്ന്, ഞാൻ ഒരു മുതലിനെ കൊണ്ടുവന്നു. ആണാ പെണ്ണാ? ആണ്. കോടീശ്വരൻ. ഇഷ്ടം പോലെ കാശല്ലേ പുള്ളിയുടെ. എന്താ കോടി മേടിച്ചിട്ട് നമുക്ക് ലാവിഷായിട്ട് ജീവിക്കാടാ. അനിയ, ഒന്നാമത് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമാണ്. അടുക്കളയെ മൊത്തം ജലത്തി വില കെട്ടി, അടുപ്പ തന്നെ പൂച്ച വെച്ച് കിടക്കും. നമ്മളാണെങ്കിൽ ഒരു ചപ്പാത്തി 4 കീറിട്ട് 4 നേരം കഴിച്ചല്ലേട്ടാ ജീവിച്ചത്. എന്റെ അനിയ, ഈ റിച്ചൊക്കെ ഉള്ളടാ, വയറ് നിറച്ച് ഗ്യാസ് അറിയോ? നമുക്കെല്ലാം റെഡിയാക്കണം. അവിടെ ഞാൻ കൊണ്ടുവന്ന പെൺകുട്ടിയാണെന്ന് പരിചയപ്പെടണ്ടേ? വിളിക്കട്ടെ. നിമ്മി, കമ്മോൺ. അമ്പി, ഭയങ്കര ഉരുപ്പടിയാണല്ലോടാ. കഴുത്തി കിടക്കുന്ന നല്ല ഉരുപ്പടിയാന്ന്. ഞാൻ അങ്ങ് അടിച്ച് മാറ്റട്ടാ. കാണിക്കരുത്, ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്. അയ്യോ, പിന്നെ നീ അവളെ കെട്ടിയൊന്നുമില്ലല്ലേ? ഇല്ല, ഞാൻ എന്റെ പ്രോപ്പർട്ടിയെ വെളിയെ കെട്ടി വെച്ചേക്കാണ്. ഞാൻ പോയി എടുത്തോണ്ട് വരാം. പോയി എടുത്തോണ്ട് വാ. എങ്ങനെയുണ്ട് ഈ റോബിൻ ഹുഡിന്റെ കൊട്ടാരം? അതെ, ഒളിച്ചോടി കേറി വരാൻ പറ്റിയ സ്ഥലം. അങ്ങനെ പറയരുത്. കള്ളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു മാറ്റൽ. നമ്മൾ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഫേസ്ബുക്കിലൂടെ കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ചൂണ്ടയിട്ട് വാട്സപ്പ് വഴി അടിച്ചു മാറ്റുന്നു. ചേട്ടൻ ടെക്നോളജി ഉള്ള ഒരു കള്ളനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേട്ടനെ പ്രേമിച്ചത്. പിന്നെ ഈ പരിപാടി ഇതോടുകൂടി നിർത്തിയേക്കണം. ഇതോടുകൂടി നിർത്തി. ഇനി എന്ന ലൈഫിൽ നിമ്മി മാത്രമേ ഉള്ളൂ. നീ നോക്ക്, ഈ കാണുന്ന ചുവര് മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. അപ്പൊ ഈ സോഫയൊക്കെ പുതിയതാണ്? അതെല്ലാം അടിച്ചു മാറ്റിയതല്ലേ. പിന്നെ ആ പനമ്പായില്ലേ, അതുപോലൊരു ചന്തയിൽ അടിച്ചു മാറ്റിയതാ. ഇതൊക്കെ ആരാ? ചേട്ടന്റെ ബന്ധുക്കളാണ്? ഓ, ഇതെന്റെ മാമൻ, മറ്റത് കൊച്ചായി, ഇത് കുഞ്ഞമ്മേര ഇളയ ആങ്ങള. മാമനെ കാണാൻ ചേട്ടനെ പോലെ തന്നെ ഉണ്ട്. ഒന്നുമല്ല, ഇതൊക്കെ അറിയപ്പെടുന്ന വലിയ കള്ളന്മാരാ. അതുകൊണ്ട് ഈ കള്ളനെ കണ്ട, ഇയാളുടെ പേരാണ് റോബിൻ ഹുഡ്. എന്റെ റോൾ മോഡലാണ് റോബിൻ ഹുഡ്. പിന്നെ അണ്ണൻ ഇതിരി പഴഞ്ചന. അണ്ണന്റെ റോൾ മോഡലാണ് അങ്ങേ അറ്റത്ത് കാണുന്നത്, കായംകുളം കൊച്ചുണ്ടി. കാര്യം ഞാനും അണ്ണനും 2 ധ്രുവങ്ങളിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ കിടക്കുന്നത് ഒരൊറ്റ ഒലക്കല. കട്ടിലും പായൊന്നുമില്ലേ? അതല്ല, അതൊരു പഴഞ്ചല്ല. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ശരിയാണ്, ഞാൻ ചോദിക്കണോന്ന് വിചാരിച്ചു. ഈ ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കപ്പുറത്ത് കിടക്കാന്ന് പറയണില്ലേ? ഈ 2 പേരും കൂടി എങ്ങനെ ഓരോ ഒലക്കെ കിടക്കും? എന്റെ റോബിൻ ഹുഡ് മുത്തപ്പ, പൈസ മാത്രമേ ഉള്ളൂ, 5 പൈസ ബുദ്ധിയില്ല. എല്ലാം കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ ചേട്ടാ. വണ്ടിയിൽ വരുമ്പോ അനങ്ങല്ലോ, ശരീരം വളകി വല്ല അസുഖം പിടിപ്പിച്ചു വെച്ചാ ഞാൻ മരുന്ന് വരച്ചെടുത്തില്ല. അനിയാ, അമ്പി, കോടീശ്വരൻ. അയ്യോ, അച്ഛൻ. അച്ഛനല്ല, അണ്ണൻ. അണ്ണനാണെങ്കിലും എനിക്ക് എന്റെ അണ്ണ അച്ഛനെ പോലെ. എന്റെ അച്ഛനാണ് ഇവന്മാര് പിടിച്ചോണ്ട് വന്നേക്കുന്നത്. പറഞ്ഞായിരുന്ന അല്ല, അച്ഛനെ കെട്ടഴിച്ചു വിട്. അച്ഛനെ പോലെ തോന്നിയോ? അതങ്ങനെയാ. ഈ പെമ്മക്കളെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോ ഏതെങ്കിലും പ്രായമായ മൂത്ത് നരച്ച അമ്മാവന്മാരെ കാണുമ്പോ അച്ഛനെ പോലെ തോന്നും, സ്വാഭാവികം. അയ്യോ, എന്റെ മോളെ അതേ ശബ്ദം. അതെങ്ങനെ തോന്നിയാ? ഈ മോളെ വിട്ടുപിരിച്ച് നിക്കിയല്ലേ വീട്ടിൽ നിന്ന്. അപ്പൊ ഏതെങ്കിലും പെങ്കൊച്ചുങ്ങളുടെ സൗണ്ട് കേട്ടാ മോടെ സൗണ്ട് പോലെ തോന്നും. അതത്രേ ഉള്ളു. അങ്ങനെയാണെങ്കിലേ
ഈ ഡ്യൂപ്ലിക്കേറ്റ് മോള് ഈ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കട്ടെ. അച്ഛന്റെ അനുഗ്രഹം മേടിക്കണം. നല്ല കാര്യം നല്ല കാര്യം. നല്ല കാര്യം, നല്ല കാര്യം. ഓ, കൊച്ചിനെ അനുഗ്രഹിക്കണോ അനുഗ്രഹിക്കണോ വഴിയെ പോകുന്ന കൊച്ചിനൊന്നും ഞാൻ അനുഗ്രഹിക്കൂല. ഒന്നുകൂടെ ഞാൻ അനുഗ്രഹിക്കണോ അനുഗ്രഹിക്കണോ. രണ്ട് കൈ കെട്ടിട്ട് അനുഗ്രഹിക്കാൻ ഞാൻ മുതുകാടല്ല. അയ്യോ ഞാൻ മണ്ടത്തരാ കാണിച്ച കഷ്ടം നമ്മള് വെറുതെ ഇനി അനുഗ്രഹിക്കണോ. ഇതെന്താ കമ്പിട്ട് കവിളിൽ കുത്തുന്നത്? ഇവിടെ കമ്പല്ല തോക്ക അയ്യോ, തോക്കിട്ടെ വെടിവെക്കല്ലേ, തോക്കിട്ടെ വെടിവെക്കല്ലേ. എന്നാ കെഞ്ചി പറ അല്ലേ ഞാൻ കൊല്ലും. അത് തോക്കിട്ടെ വെടിവെക്കല്ലേ. കൈ കൂപ്പി പറയണം. എന്റെ ഒരു കയ്യില് കെട്ടല്ലേ അയച്ചുള്ളൂ, ഒരു കയ്യിലേ കൂപ്പാൻ പറ്റൂ. അത് ശരിയാണല്ലോ. ആ, ഇപ്പൊ ഇനി ഒന്നുകൂടെ പറഞ്ഞേ. ഈ എന്നെ തോക്കിട്ട് വെടിവെക്കല്ലേ. കറക്റ്റാ. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. കൊച്ചിനെ അനുഗ്രഹിക്കണോ. മോളെ ഇങ്ങ് വാ, ഇങ്ങ് വാ. അതെ മോളെ, ഞാൻ ഒരു രഹസ്യം പറയാം. യുവന്മാര് ദാരിദ്ര്യവാസികളായ കള്ളന്മാരാണ്, നക്കി തിന്നാൻ നല്ലുപ്പില്ലാത്ത നാറികൾ. അതുകൊണ്ട് മോള് പെട്ടെന്ന് രക്ഷപ്പെട്ടോ. അവള് പോയി കഴിഞ്ഞാൽ വേറൊരു പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കും എന്റെ ചെറുക്കന് കല്യാണം കഴിക്കാൻ വേണ്ടി. ഓ കാണിന്റെ ശബ്ദം. എടോ താൻ പറഞ്ഞില്ലേ നക്കി തിന്നാൻ നല്ലുപ്പില്ലാത്ത നാറിയെന്ന്. ആ നാറിയാണ് ഞാൻ. എന്നോടാണ് കിളവ ഇതൊക്കെ പറഞ്ഞേ. ഒന്നുകളെ ഞാൻ അനുഗ്രഹിക്കണോ അനുഗ്രഹിച്ചിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. ആണ്ടാ എന്നെ അനുഗ്രഹിച്ചപ്പോ ഈ കൊച്ചിനെ ഞാൻ കല്യാണം കഴിക്കണ്ടേ. അണ്ണാ, വൃത്തിയാണോ പറയുന്നത്? കൊച്ചിനെ അനുഗ്രഹിക്കണോ. അനുഗ്രഹിച്ചിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. ചടങ്ങൊക്കെ അത്രയും മതി. പിന്നെ ഇതിങ്ങനെ ഇരുത്തിയ പറ്റത്തില്ല, എനിക്ക് വിലപേശമുള്ളതാ. ഏത് കടലില്? എടാ വല വീശുന്ന കാര്യമല്ല, വിലപേശണ്ടേ. ഓ, വില പേശണം. വീട്ടിൽ വിളിച്ച് പറയണ്ടേ. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഞാൻ പോയി മണിയറൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പം അതിനിടയ്ക്ക് കയറി വന്നതായിരുന്നു. സസ്പെൻസ് ആണ്. അണ്ണാ ഞാൻ പോയിട്ട് വരാം. ഞാൻ വീട്ടിൽ വിളിക്കട്ടെ. താൻ നേരത്തെ തന്നെ നമ്പർ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണല്ലേ? ഓ, ബെല്ലുണ്ട്. എന്തൊരു ടൈമിംഗ് ഒരേ ടൈമിന് അതെ വീട്ടിൽ നിന്ന് വിളിക്കുമായിരിക്കും, അങ്ങോട്ട് മാറിയില്ലേ. പിന്നെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം. മാത്രമല്ല ചിലപ്പോ ഞാൻ ഇവരെ വീട്ടിൽ വില പേശുന്നത് മോള് കേൾക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ കണ്ണടപ്പം തെറി പറയും. അവിടെ നിന്ന് വിളിച്ചോളാം. മോളോടൊപ്പം വിളിക്കട്ടോ. ഹലോ ഹലോ ഹലോ, ഉഗ്രപ്രതാപന്റെ വീടല്ലേ? ആദ്യം ആരാ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തമ്പി പേര് പറയാറില്ല. നിന്റെ അച്ഛൻ അവിടെ ഉണ്ടോ? ഇല്ല, അച്ഛൻ ഇവിടെ ഇല്ല. താൻ അവിടെ ഇല്ലെന്ന്. ആ കൊച്ചിനെ ഒറ്റക്കാക്കിട്ട് താൻ അവിടെ പോയാടോ? എന്നെ നിങ്ങൾ തട്ടിക്കൊണ്ടു വന്നില്ലേ? അയ്യേ ഞാൻ മണ്ടനാണല്ലോ. അതെ നിങ്ങളുടെ മകൾ എന്റെ കസ്റ്റഡിയിലുണ്ടോ? എന്റെ മകളാ കല്യാണം കഴിക്കാത്ത എനിക്ക് ഇവിടുന്ന് മോള്. അല്ല സാധാരണ ഈ പിള്ളേരെ തട്ടിക്കൊണ്ട് വന്നിട്ട് അച്ഛന്റെ അടുത്താണ് ഇങ്ങനെ വില പേശുന്നത്. അത് ട്രാക്കായി കിടക്കാണ്. തിരിച്ചിട്ടോ നിങ്ങളുടെ അച്ഛൻ എന്റെ കസ്റ്റഡിയിലുണ്ടോ? അയ്യോ എന്റെ അച്ഛൻ. ഞാൻ ചോദിക്കുന്നത് തന്നാൽ നിങ്ങളുടെ അച്ഛനെ ജീവനോടെ തിരിച്ചു തരാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് 25 ലക്ഷം രൂപയും 50 പവനും ചാടുന്ന കടുവയുടെ പടമുള്ള ഒരു കാറും വേണം. ഇത് ജഗ്ഗൂറോ? എടി ജങ്കാറോ ജപ്പാറോ എനിക്ക് അറിയേണ്ട കാര്യമില്ല, ചാടുന്ന കടുവ വേണം. അതൊന്നും ഇവിടെ ഇല്ല. എന്നാ പിന്നെ ഇരിക്കുന്ന കടുവയാലും കുഴപ്പമില്ലടേ, അഡ്ജസ്റ്റ് ചെയ്യാം. ചേട്ടാ അതൊന്നും കിട്ടാൻ സാധ്യതയില്ല ചേട്ടാ. കൊച്ചെന്തൊരു കൊച്ചാടേ ഇത്? ഇഷ്ടം പോലെ കാശ് കൊണ്ടു ഒന്നുമില്ലെന്നാ കൊച്ചു പറയുന്നത്. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലെന്ന് പറയാനാണ് ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു കാര്യം ചെയ്യും, മോനെടുത്ത് തന്നെ പറ. അച്ഛനെ ഫോൺ കൊടുക്കാം, നിങ്ങൾ തമ്മിൽ സംസാരിക്കും. ഹലോ അച്ഛാ. അച്ഛാ. ഹലോ മോളെ. അച്ഛാ എവിടെയാ അച്ഛാ? എന്നെ കറങ്ങുന്ന കസേരയിൽ ഇരുത്തിക്കാണ് മോളെ. കറങ്ങിക്കൊണ്ടിരിക്കണ് മോളെ. എവിടാ? അച്ഛൻ ഞാൻ അച്ഛന്റെ അടുത്തുണ്ട്. എന്റെ അടുത്തുണ്ടോ? അല്ല അച്ഛന്റെ അടുത്തുണ്ടെന്ന് വിചാരിച്ചോ? മക്കളെ, ഒരു കാരണവശാലും ഉമ്മാർക്ക് 5ന്റെ പൈസ കൊടുക്കരുത്. മോളെ കെട്ടിച്ചു വിടാൻ വേണ്ടിട്ട് അച്ഛൻ ലക്ഷക്കണക്കിന് രൂപയും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൊണ്ട് മോള് ഒളിച്ചോടിയാലും അച്ഛന് പ്രശ്നമില്ല. ഒരു കാരണവശാലും അവന്മാർക്ക് കൊടുക്കല്ലേ. ഇത് കേട്ടാ മതി അച്ഛൻ. എനിക്ക് വൃത്തിയായിട്ടവരെ പെങ്കൊച്ചിനെ വഴിയെത്തിക്കുവാടാ. മതി അച്ഛനെ മോളോട് സംസാരിച്ചത്. ഹലോ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കും. എന്തിനി? ഞങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നവരൊക്കെ അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് ഇടപെട്ട് എന്നാ വിളിക്കും. ചേട്ടാ ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിക്കും, ഞാൻ കുറച്ച് തിരക്കാണ്. വീട്ടിൽ ജോലിയുണ്ടോ? കഷ്ടം തന്നെ. അങ്ങനെ ഒരു കാര്യം ജോലി കഴിഞ്ഞിട്ട് ഒരു മിസ് കോൾ അടിച്ചാൽ മതി, ഞാൻ തിരിച്ചു വിളിച്ചു. ശരി. പിന്നെ വരുമ്പോഴേ ഒരു പൊതി ചോറ് കൂടെ കൊണ്ടുവരണേ. വിശക്കുന്ന വിശപ്പല്ലേ, ഒരു പൊതി ചോറിന്റെ പൈസ കൂടെ കുറച്ചിട്ട് ബാക്കി തന്നാ ചേട്ടാ. ഓക്കെ. എന്റെ മോളെ എന്തൊരു ടൈമിംഗ് ആയത്. ഒരേ സമയത്ത് ഫോൺ വരുന്നു, ഒരേ സമയത്ത് ഫോൺ കട്ടാവുന്നു. ദൈവത്തിന്റെ ഓരോ കളികളെ. അണങ്ങാതെ വെടിവെച്ച് കൊന്നോളാ ഞാൻ. അവന് മണിയറ കേറിക്കൊള്ളാൻ വയ്യ. എടാ ആദ്യം ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി. ഇന്റെ ആദ്യ രാത്രി പൈസ റെഡിയാക്കണ്ടേ? പിന്നെ അവര് പൈസ ആയിട്ട് വരുമ്പോഴത്തേക്ക് പൈസ ഇടാൻ ബാഗ് ഉണ്ടോ ഇവിടെ? ഞാൻ 2 ചാക്കെടുത്ത് കൂട്ടി തയ്ക്കട്ടെ. പിന്നെ ഇത് പിടിച്ചേ, ഇത് പിടിച്ചു. 25 ലക്ഷം രൂപയുടെ മുതലാണ് കേട്ടോ. ഒരു പോർണ് പോലും വെക്കരുത്. അല്ല ഇതൊക്കെ കൊള്ളാലോ. ഇത് ഫോറിനാണ്.
നീ വന്ന് ആ കിളവൻ കേക്കണ്ട. ഇത് ഫോറിൻ നോക്കൊന്നുമല്ല, ഇതെന്റെ അനിയത്തിനെ കൊച്ചിന്റെ കളിക്കട നോക്കാം. പിന്നെ ഇത് പൊട്ടിച്ചാലേ ഉണ്ട വരില്ല, കുമ്പളേ വരുള്ളൂ. ഇപ്പൊ സമാധാനം. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഞാനോ എന്റെ അണ്ണനോ ഒറിജിനൽ തോക്ക് കണ്ടിട്ടില്ല. ഇപ്പൊ ഒന്നുകൂടി സമാധാനായി. പക്ഷേ ഒരാളെ കൊല്ലാൻ ഞങ്ങൾക്ക് ഒരു കറിക്കത്തി മതി. അല്ല പാല്, നമുക്ക് ഫസ്റ്റ് നൈറ്റിന് പാല് വേണ്ടേ? പാല് വേണം. മേടിച്ചാ? മേടിച്ചില്ല. എന്നാ പോയി മേടിക്ക്. അപ്പൊ ഞാൻ പാലും പഴവും കൂടെ മേടിച്ചിട്ടുണ്ട്. മോൾ ഈ തോക്ക് ഇങ്ങനെ പിടിച്ചോളാം, അയാൾ അറിയരുത്. പിന്നെ ഈ സ്വിച്ച് പിടിച്ച് ഞെക്കരുത്. ഹിന്ദി പാട്ട് കേൾക്കും. ചയ്യ 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 ചല ചയ്യ ചയ്യ. അയ്യോ മോളെന്തെവിടെ? ഞാൻ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഗൂഗിൾ മാപ്പ് നോക്കി കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയതാ. പക്ഷെ 3 പ്രാവശ്യം ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ച്. മക്കളെ ഗൂഗിൾ മാപ്പ് വിശ്വസിക്കരുത്, പെണ്ണുങ്ങളെ വഴിതെറ്റിക്കും. അച്ഛ അവര് വന്നെ മുമ്പ് പോവാ. അമ്പി, അമ്പിയേ, അമ്പി. അണ്ണാ എടാ എടാ, ഇവിടെ മുതലെവിടാ? പഴം റെഡി, പാല് റെഡി. അയ്യോ 2 പഴം. ഇതിനകത്ത് ഏതാ എന്റെ അനിയെ? ഞാനാണ് അനിയെ. ആ അനിയാടാ. എടാ 25 ലക്ഷം രൂപയുടെ ഒരു മുതലിനെ നിന്നെ ഏൽപ്പിച്ച. ഓ എവിടാ അത്? ഒന്നും പേടിക്കണ്ട. എന്റെ കൂട്ടുകാരിയില്ല ഞാൻ കെട്ടാൻ പോണ നിമ്മി, അവള് നമ്മളെ സംഘത്തിൽ ചേർന്നല്ല. അവള് വിൽക്കാൻ അങ്ങനെ മൂത്രം ഒഴിപ്പിക്കാനാണ് കൊണ്ടുപോയായിരിക്കും. ഇപ്പൊ വരും. അവർ വീട്ടുകാർ വരും, പൈസ കൊണ്ടുവരും. അവര് വിളി. നിമ്മി നീ കാറി പോരെ. വരും, കുഴപ്പമൊന്നുമില്ല. നിമ്മി നിമ്മി നീ വാ, അണ്ണൻ വിളിക്കണം. അമ്പിയാണെ ഇപ്പൊ വരുമെന്ന്. വിളിയടാ അമ്പി. നിമ്മി അമ്പിയേ, നിമ്മി അമ്പി, നിമ്മി അമ്പിയേ, നിമ്മി അമ്പി, നിമ്മി അമ്പി, നിമ്മി അമ്പി. അയ്യോ നിമ്മി, അയ്യോ നിമ്മി, അല്ലാ നിമ്മി കാണല്ലോ, ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. നിമ്മി അവളെ വിളിച്ചോ. മെസ്സേജ് വന്ന്. മെസ്സേജ് വന്നാ നോക്ക്. നിമ്മിയുടെ മെസ്സേജാ. നോക്ക്. എടാ മരമണ്ടന്മാരെ, നമ്മളെയാ. നീയൊക്കെ തട്ടിക്കൊണ്ട് വന്നത് എന്റെ സ്വന്തം അച്ഛനെയാ. അവളച്ഛനായിരുന്നാ. എന്റെ അച്ഛനെ കൊണ്ട് ഞാനങ്ങ് വീട്ടിലേക്ക് പോവാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ പാട്ടി. അത് നിന്നെയാ. അവളച്ഛന് പോളുമായിരുന്നാ. എടാ അത് പ്രേക്ഷകർക്ക് എപ്പോഴേ മനസ്സിലായി. ഇനി നീ വീണ്ടും പറഞ്ഞ് അവരെ വട്ടുപിടിപ്പിക്കാതെ. തമ്പിയണ്ണ അപ്പൊ നമ്മള് അമ്പി, നീ ഇപ്പൊ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചില്ലേ? ഓ അതാണ് നമ്മുടെ അവസ്ഥ.